നവകേരള ദൂർത്തിന് പണം വകമാറ്റി സർക്കാർ ഖജനാവിൽ നിന്ന് വകമാറ്റിയത് 30 ലക്ഷം രൂപ. യുവജനക്ഷേമ ബോർഡിന് അനുവദിച്ച തുക മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനായാണ് വകമാറ്റിയത്. യുവജനങ്ങളുമായി മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് സംവദിക്കാനാണ് പണം വകമാറ്റിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി ശാലിനി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ശാലിനി, ആദ്യം കേരളീയം, രണ്ടാമത് നവകേരള സദസ്സ്, ഇപ്പോൾ മുഖാമുഖം. അതിനിടയിൽ വിദേശത്തേക്കുള്ള സഞ്ചാരം നിരവധി ഉണ്ടായിരുന്നു, ചികിത്സ, അങ്ങനെ കുറേ അഴിമതികളും ധൂർത്തുമൊക്കെ തന്നെ നടന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മറക്കുന്നു. ഒപ്പം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇതിനിടയിലാണ് 30 ലക്ഷം ഒക്കെ തന്നെ വകമാറ്റിക്കൊണ്ട് ഇങ്ങനെ മുഖാമുഖം പരിപാടിയൊക്കെ തന്നെ സംഘടിപ്പിക്കുന്നത്. രജനി, അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കേരളീയം പരിപാടി കോടികൾ പൊടിച്ച് നടത്തുന്നു. തൊട്ടു പിന്നാലെ നവകേരള സദസ്സ് സംസ്ഥാനത്തെ 14 ജില്ലകൾ കേന്ദ്രീകരിച്ചും നടക്കുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു മുഖാമുഖം പരിപാടി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രി ഓരോ മേഖലയിലെയും ആളുകളുമായി നേരിട്ട് സംവദിക്കുന്നു എന്നുള്ളതാണ് ഈ പരിപാടി കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത്. പക്ഷേ ആ പരിപാടിക്ക് വേണ്ടി സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ വകമാറ്റി അല്ലെങ്കിൽ പൊടി പൊടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ യുവജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി യുവജന ക്ഷേമകാര്യ ബോർഡിന് ഉൾപ്പെടെ നൽകിയിട്ടുള്ള പണമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ ഒരു പരിപാടിക്ക് വേണ്ടി വകമാറ്റിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇതിനായി 30 ലക്ഷം രൂപയാണ് ഖജനാവിൽ നിന്നും ഇപ്പോൾ വകമാറ്റി സർക്കാർ വിനിയോഗിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 20-ാം തീയതിയാണ് ഈ പരിപാടി തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്, അത് പ്രത്യേകിച്ച് സിനിമാ മേഖല, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ള യുവാക്കളുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുകയായിരുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ 30 ലക്ഷം രൂപ വകമാറ്റിയിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് 30 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ തന്നെ യുവജനക്ഷേമ ബോർഡിന് അനുവദിച്ച തുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ ആർഭാടത്തിനും ധൂർത്തിനുമായി ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.